ഈ താതൻ എന്റെ
ഹോശേയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. നീതിയിൽ വിതപ്പീൻ, ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുവീൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. ജീവവചന പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യും. അനീതിയിലല്ല, നീതിയിൽ തന്നെ ഉഴണം എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കൊടുപ്പുറപ്പുകളെ, ഒരു ദൈവപൈതലിന്റെ ജീവിതം വിതയും കൊയ്ത്തും നടക്കുന്ന ഒരു നിലത്തിന് തുല്യമായി തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഒരു വിശ്വാസിയുടെ ഹൃദയം ഒരുക്കപ്പെട്ട നിലമായിരിക്കണമെന്നും ഒരുക്കമുള്ള നിലത്ത് വിത്ത് വീഴ്ത്തപ്പെടണമെന്നും അതിൽ നിന്ന് 30, 60, 100 മേനി വിളവ് ഉണ്ടാകണമെന്നും ആ അനുഭവത്തിൽ യജമാനൻ സംതൃപ്തനാക്കപ്പെടും എന്നും കർത്താവ് യേശുക്രിസ്തു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. യജമാനന് നല്ല വിളവ് നൽകേണ്ട നിലങ്ങൾ നാളുകളായി ഉഴുവാനിടയാകാതെ, ഒരുക്കപ്പെടുവാനിടയാകാതെ വെറും തരിശു നിലങ്ങളായി മാറ്റപ്പെടുന്നതും അതിൽ മുള്ളും പറക്കാരെയും മുളയ്ക്കുന്നതും അതിനിടയിൽ ചില ക്ഷുദ്ര ജീവികൾ പാർക്കുന്നതും യജമാനനെ വളരെയേറെ ദുഃഖിപ്പിക്കുന്ന വിഷയമാണ്. നല്ല നിലങ്ങൾ പിന്നത്തേതിൽ തരിശു നിലങ്ങളായി തീരുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല. അത് നീണ്ട നാളുകളുടെ ശ്രദ്ധയില്ലായ്മയിൽ നിന്നും അലസതയിൽ നിന്നും ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന നിലവാരമാണ്. ഇവിടെ എഫ്രൈമിനോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്നത്, നീതിയിൽ വിതപ്പീൻ, ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുവീൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിക്കുവാനുള്ള കാലമാണിത് എന്ന്. നിങ്ങളുടെ മേലൊരു കഠിനമായ നുകം വന്ന് കയറുന്നതിന് മുൻപ് തന്നെ മാനസാന്തരത്തിനും മടങ്ങിവരുവിനുമുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് നൽകി തരികയാണ് എന്ന സന്ദേശമാണ് ഈ ദൈവിക അരുളപ്പാടിൽ കൂടി പ്രവാചകൻ എഫ്രൈമിനോട് അറിയിക്കുന്നത്. ദീർഘകാലമായി മത്സരവും അതിക്രമവും ജീവിത നിലവാരത്തിൻ്റെ മേൽ ചെയ്യുന്ന എഫ്രൈമിന് കഠിനമായ ഒരു ജോലി ചെയ്യുവാൻ ദൈവം അവരെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ തരിശു നിലം ഉഴുവീൻ. ഏറെക്കാലമായി നുകം വയ്ക്കാതെ, നിലം ഉഴുതുമറിക്കാതെ, വിത്ത് വിതയ്ക്കാതെ, കൊയ്ത്ത് നടക്കാതെ, മുള്ളും പറക്കാരെയും പിടിച്ച് നിലമുറച്ച് കൃഷിക്ക് അല്ലാത്ത നിലയിൽ ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുന്ന തരിശു നിലം പോലെയാണ് അവരുടെ ജീവിതമെന്ന് ദൈവം അവരെ ഓർപ്പിക്കുകയാണ്. അതിന് അവർ തന്നെ പരിഹാരം വരുത്തണമെന്നാണ് കർത്താവ് പറയുന്നത്. അവർ തന്നെ അവരുടെ തരിശു നിലം ഉഴുതുമറിച്ച് കട്ട ഉടയ്ക്കണം. അങ്ങനെയായാൽ ഞാൻ നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കും. ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ പ്രിയരെ, അവർ ചിലത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ദൈവം ഓർപ്പിക്കുന്നത്. ആ വ്യത്യാസം വരുത്തുവാൻ വേണ്ടിയുള്ളതെല്ലാം സമയം, സാഹചര്യം, ക്രമീകരണങ്ങൾ, മുഖാന്തരങ്ങൾ, നന്മ, തിരിച്ചറിവ്, പ്രോത്സാഹനങ്ങളെല്ലാം ദൈവം അവരുടെ മേൽ പകർന്നു കൊടുത്തു. ഇത്ര നാളും ചെയ്തതുപോലെയല്ല. ശരിയായ ഫലം ലഭിക്കണമെങ്കിൽ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നീതിയിൽ ചെയ്യണം. ഇത്ര നാളും ഗിബയയെ പോലെ അല്ലെങ്കിൽ അവിടെയുള്ളവർ ചെയ്തതുപോലെയാണ് എഫ്രൈമും ചെയ്തു വന്നിരുന്നത്. അവർ അനീതിയിലാണ് ചെയ്തത് എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. അനീതിയിൽ ചെയ്തത് മൂലം തരിശു നിലമായി തീർന്നു. കഴിഞ്ഞ നാളുകളിൽ നീതിയിൽ ചെയ്യേണ്ടിയവർ അനീതിയിൽ കാര്യങ്ങൾ ചെയ്തത് മൂലം അവരുടെ ജീവിത നിലവാരം തരിശു നിലമായി. മുള്ളും പറക്കാരിയുമായിരുന്നു ലഭിച്ച ഫലം. എന്നാൽ നിനക്കും അവർക്കും ഇടയിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം എന്നാണ് കർത്താവ് വ്യക്തമായി മുന്നറിയിപ്പായി പറയുന്നത്.
ഞാൻ നിന്റെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് നീ നീതിയിൽ ഉഴുത് നീതിയിൽ വിതപ്പീൻ എന്ന് കർത്താവ് പറയുന്നു. ഇപ്പോൾ നീ മാറുവാൻ താല്പര്യപ്പെടുക. ഇപ്പോൾ നീ മാനസാന്തരപ്പെടുവാൻ താല്പര്യപ്പെടുക. സ്വന്തം നീതി അനുസരിച്ചല്ല, ദൈവനീതി അനുസരിച്ച് ചെയ്യാനാണ് കർത്താവ് പറയുന്നത്. ദൈവനീതി അനുസരിച്ച് ഒഴുകുകയും ഉടയ്ക്കുകയും വിതയ്ക്കുകയും ചെയ്യുക. എന്നാൽ ഞാൻ നിനക്ക് ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവാൻ ഇടയാക്കി തീർക്കും. അപ്പോൾ സ്വന്തം നീതി അനുസരിച്ച് ചെയ്യാതെ ദൈവനീതി അനുസരിച്ച് ഉഴുതാൽ, കട്ടയുടച്ചാൽ, വിതച്ചാൽ നിനക്ക് ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവാൻ കഴിയും എന്ന് ദൈവം ഓർപ്പിക്കുന്നു. അന്യന്റെ ദയയ്ക്കൊത്തവണ്ണമല്ല, ദൈവത്തിൻ്റെ നിലയ്ക്കാത്ത നിരന്തരമായ ദയയ്ക്കൊത്തവണ്ണം. ദൈവനീതിയുടെ വർഷം എപ്പോഴും ഉണ്ടാകണമെന്നില്ല. അതിന് ഓരോ നിലങ്ങളോടുമുള്ള ബന്ധത്തിൽ നിശ്ചയിക്കപ്പെട്ട ഒരു നിയന്ത്രിത കാലമുണ്ട്. ആ കാലം തള്ളി നീക്കി കളഞ്ഞാൽ പിന്നീട് അത് ലഭിക്കണമെന്നില്ല. ഇത് ഞാൻ നിന്റെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലമാകുന്നു എന്നറിഞ്ഞ് ബുദ്ധിയോടെ തരിശു നിലം ഒഴിവീൻ. കൂടപ്പിറപ്പുകളെ, നമ്മുടെ ജീവിതം വിശാലമായ ഒരു നിലമാണ്. അത് തരിശു നിലമായി കിടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തരിശു നിലമായി വിട്ടുകളയാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയുമില്ല. അതെപ്പോഴും നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഒരു തോട്ടമായിരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ നല്ല നിലത്തെ മലർവാടിയാക്കി തീർക്കുവാൻ കഴിയണം. അതിനുവേണ്ടി നാം ആദ്യം ചെയ്യേണ്ടത് തരിശു നിലം ഉഴുക എന്നതാണ്. പാറ പോലെ ഉറച്ചുപോയ ആ നിലം ഉഴുതുമറിച്ച് കട്ട ഉടയ്ക്കണം. എല്ലാ കഠിനമായ ഹൃദയ ചിന്തകളെയും നിലവാരങ്ങളെയും ഉഴുതുമറിച്ച് ഉടയ്ക്കണമെന്നത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അത് നല്ല പാകമായ മണ്ണാക്കിയെടുക്കണം. ദൈവാത്മാവിലാണ് അത് സാധിക്കുന്നത്. തുടർന്ന് നല്ല വിത്താകുന്ന വചനം വിതയ്ക്കണം. 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കണം. ഇതിന് ദൈവം നമ്മെ ഒരുക്കുന്ന ഒരു കാലമാണിത്. നീതിയിൽ വിതച്ച് ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവാൻ പ്രിയരെ, കർത്താവ് നമ്മെ സഹായിക്കും. ഇത് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള അതിനനുസരിച്ചുള്ള ഒരു ആത്മീയ ജീവിത നിലവാരം ഉളവാക്കിയെടുക്കുവാൻ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളടയ്ക്കും. മഹത്വത്തിന് പ്രത്യാശയായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വന്ന് അങ്ങയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന വചനത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നീതിയിൽ ഉഴുത് മറിക്കാൻ നല്ല നില, ഞങ്ങളുടെ ജീവിത നിലവാരം നീതിയിൽ അവൻ ഉഴുതു മറിക്കാൻ, കട്ട ഉടയ്ക്കുവാൻ, നീതിയിൽ കർത്താവ് വിതപ്പാൻ, ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവാൻ കർത്താവെ സഹായിക്കണം. അങ്ങയുടെ കൃപ ഞങ്ങൾ ചോദിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരം ഉപയോഗിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. കർത്താവിൻ്റെ കരുണയും കൃപയും ഞങ്ങളുടെ മേൽ ഇന്ന് പകലിലും ചൊരിഞ്ഞു തരണം. അനുഗ്രഹിക്കണം, വഴി നടത്തണം, സൗഖ്യമാക്കണം, ആലോചനകളും അരുളപ്പാടുകളും നൽകി തരണം. കർത്താവ് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പശ്ചാത്തലം നീ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.